ഏവർക്കും നമസ്കാരം. ശുഭോഹത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് 2025 ജൂൺ മാസം നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ, മുൻകരുതൽ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ 2025 ജൂൺ എന്ന് പറയുന്നത് വളരെ ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജ്യോതിഷ കാലാവസ്ഥ അപ്പം വളരെ തീവ്രമായിട്ടായിരിക്കും നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ചില രാശിക്കാർക്ക് താൽക്കാലികമായിട്ടൊരു പോസ് ബട്ടൺ, ഒരു ബ്രേക്ക് ആവശ്യമാണെന്നുള്ളൊരു സന്ദേശമാണ് സ്റ്റാർട്ടിങ് തന്നെ ലഭിക്കുന്നത്. അപ്പോൾ അത് ഏത് രാശിക്കാരാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. നിങ്ങളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം പലർക്കും ജീവിതം ഒരു പോസ് ബട്ടൺ ഇല്ലാതെ വളരെ തിരക്ക് പിടിച്ചിട്ട് ഓടുന്നതായിട്ട് തോന്നിയേക്കാം. അപ്പം സന്തോഷം പുറമെ ആക്ട് ചെയ്യുന്നുണ്ടാവാം, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റൽ, ഒരു വോൺസ്, പലപ്പോഴും ചെയ്യുന്ന കാര്യത്തോടൊരു നീതി പുലർത്താൻ പറ്റാത്തൊരു അവസ്ഥ, ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിൽ കൂടി കടന്നു പോകുന്ന ചില ആൾക്കാരുടെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ വളരെ പുതിയ എനർജിയോടുകൂടി കണക്ട് ചെയ്ത് വരുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇത്രയും നാളത്തെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്ത് പുതിയൊരവസ്ഥയിലേക്ക് കടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ചിലർ നിശബ്ദമായിട്ട് പുറകോട്ട് മാറി നിൽക്കുന്നൊരവസ്ഥയാണ്. സോ എനർജി കളക്റ്റീവായിട്ട് പറയുന്ന സമയത്ത് പലർക്കും വ്യത്യാസം വന്നേക്കാം. അപ്പോൾ നിങ്ങളുടെ സോഡിയാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അവസ്ഥയായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം പലർക്കും അസാധാരണമായിട്ടുള്ളൊരു മാവിധം ക്ഷീണം, ഉത്കണ്ഠ, ആങ്സൈറ്റി, സ്ട്രെസ്സ്, ഒറ്റയ്ക്കായ പോലെ തോന്നുക, ഒറ്റയ്ക്ക്. അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് മാത്രം ഫ്രണ്ട്സ് ഇല്ല, ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ടായേക്കാം. അപ്പോൾ ജോലി നഷ്ടപ്പെട്ടതായിട്ട് പലർക്കും തോന്നുന്നുണ്ടാവാം. ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ചില സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥ കാരണം നിങ്ങൾക്ക് ജോലി ചിലപ്പോൾ റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ, ദിനചര്യ കംപ്ലീറ്റ് ആയിട്ട് മാറിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഒരു സമയത്തൊക്കെ. അപ്പോൾ നക്ഷത്രങ്ങളുടെ സ്വാധീനം, നിങ്ങളുടെ അല്ലെങ്കിൽ സോഡിയാക്കിൻ്റെ ഒരു നിങ്ങളുടെ രാശിയിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പലർക്കും ഇത്രയും നാളത്തെ ഇമോഷണലായിട്ടുള്ള പല അപ്പ് ആൻഡ് ഡൗൺ സിറ്റുവേഷൻസ്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ കാരണമൊക്കെ നിങ്ങൾ പലപ്പോഴും ഒരു ഇടവേള എടുക്കണം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ പലപ്പോഴും അയ്യോ, ഞാനൊരു ബ്രേക്ക് എടുത്താൽ എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാവുക, അതിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലിയിലെ പ്രശ്നങ്ങൾ, എൻ്റെ ജോലി തുറന്നു കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പലപ്പോഴും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോയിക്കൊണ്ട് തന്നെ നിങ്ങൾ ജോലിയിൽ തുറന്നു കൊണ്ടുപോകുന്നൊരവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണോ അത് മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. സ്ട്രെസ്സിനെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയായിരിക്കാം. പലപ്പോഴും മാറണമെന്ന് ചിന്തിച്ചിട്ട് പോലും മാറാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജൂൺ മാസം കുറച്ച് നാളെങ്കിലും നിങ്ങൾ ഒരു അവധി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഷെഡ്യൂളൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പലരുടെയും മനസ്സിനും ശരീരത്തിനും ഒരു 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 ചേഞ്ചിലേക്ക് കണക്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ടിലേക്കാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് പ്രപഞ്ചം തരാൻ വേണ്ടിയിട്ട് റെഡിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ഫ്രീക്വൻസിയിലൊരു വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ മനഃപൂർവ്വമായിട്ടുള്ളൊരു ഇടവേള എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇടവേള എടുക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ പലർക്കും അത് ജോലിയിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. നിങ്ങളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് കടന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ മകരം രാശിയുടെ എനർജി വരുന്നത്, മകരം രാശിക്കാരുടെ അവസ്ഥ പാറ പോലുള്ള ഒരു സ്റ്റേജാണ് കാണുന്നത്. അതായത് അച്ചടക്കമുള്ള, ദൃഢനിശ്ചയമുള്ള, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ ആഴമായിട്ടുള്ള ഒരു പ്രതിബദ്ധത കാണിക്കുന്ന ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ 2025 ജൂൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമാണ്. സോ ബ്രേക്ക് മാത്രമല്ല, ആക്ച്വലി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടടുത്ത് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എവിടെയെങ്കിലും വേസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
അപ്പോൾ ഒരു സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ പാത അല്ലെങ്കിൽ ഇതുവഴിയാണ് ഞാൻ കടന്നു പോകേണ്ടതെന്ന് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അത് അനിശ്ചിതത്വം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ, ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു തോട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം. നിങ്ങളുടെ ശ്രമങ്ങൾ വളരെ ഡിസിപ്ലിനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും മുമ്പത്തെ പോലെ അതിൻ്റെ റിസൾട്ട് ലഭിക്കാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉള്ളിൽ ഒരു ഡിസ്കംഫേർട്ട്, എങ്ങും എത്തുന്നില്ല എന്നുള്ളൊരു തോന്നൽ, ആ ഒരു അലച്ചിൽ, അപ്പം അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഉള്ളിൽ അപ്പോൾ അത് ഒരു വിചാരിച്ച സിറ്റുവേഷനിലേക്ക് എത്താത്ത സമയത്ത് മനസ്സും ശരീരവും നിങ്ങൾക്ക് ചില അടയാളങ്ങൾ കാട്ടിത്തരുന്നുണ്ടാവാം. ഇപ്പോൾ രാത്രിയിൽ പലപ്പോഴും അസ്വസ്ഥത ഫീൽ ചെയ്യാം. അപ്പോൾ ഉറക്കം ശരിയാവാത്തൊരവസ്ഥ, ഇപ്പം ഒരുപാട് ചിന്തകൾ കയറി വരിക, അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് പിന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ബ്രേക്ക് എടുത്തിട്ട് മാറി നിൽക്കുന്നത് പരാജയമല്ല. അപ്പം കൂടുതൽ കണക്ട് ചെയ്ത് മുന്നോട്ട് വരാനുള്ളൊരു സ്ട്രെങ്ത്താണ്, ജ്ഞാനമാണ്, വിസ്ഡമാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. ഓക്കെ. അപ്പോൾ എപ്പോൾ നിർത്തണം, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവരും ജോലി നിർത്തി വെച്ചിട്ട് പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ബേർഡൻ എടുത്തിട്ട് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് പതിയെ അവനവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വീണ്ടും കണക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്ത് റിലാക്സ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഒളിച്ചോട്ടമല്ല, വീണ്ടും കണക്ട് ചെയ്ത് മുന്നോട്ട് വരാനുള്ളൊരു എനർജിയാണ്, പവറാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കാം. നെക്സ്റ്റ് കന്നി രാശിയിലാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. കന്നി രാശിക്ക് നിങ്ങളുടെ വെളിച്ചം വ്യക്തമല്ല എന്നുള്ളൊരു സന്ദേശമാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഉള്ളിൽ ആന്തരികമായിട്ട് വെളിച്ചം ഉള്ള വ്യക്തികളാണ്, മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഊഷ്മളത അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് നിങ്ങൾക്ക് സ്വയം പകർന്നു കൊടുക്കാൻ ഇപ്പോൾ സാധിക്കാത്തൊരവസ്ഥയാണ്. ലൈറ്റ് ഒന്നുകൂടി റീചാർജ് ചെയ്ത് മുന്നോട്ടേക്ക് വരണം എന്നുള്ളൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മാസം. ഓക്കെ. സോ ഈ ഒരു മാസം നിങ്ങൾക്ക് സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സ്വന്തം പ്രതീക്ഷകളുടെ തന്നെ ഭാരം നിങ്ങളെ ചുറ്റി വരികാനുള്ള സാധ്യതയുണ്ട്. സോ ഇമോഷൻ കൂടുതലായിട്ട് വരാനുള്ളൊരു സിറ്റുവേഷൻ സാധ്യത കൂടുതലാണ്. ഓക്കെ. സോ മറ്റുള്ളവരുടെ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ഭാരമായിരിക്കാം കൂടുതലായിട്ട് വന്ന് കണക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അഭിനന്ദിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നിശബ്ദമായിട്ടുള്ളൊരു പെയിൻ കാണാൻ സാധിക്കുന്ന, ഒരു വേദന, ഒരു ക്ഷീണം. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരുപാട് എനർജി മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, എനർജി ആയിരിക്കാം, ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതെല്ലാം ശരിക്കും കൊടുക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ വേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ ഞാനിങ്ങനെ തളർന്നു പോയത്? അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തത് കൊണ്ട് നിങ്ങൾ തളർന്നു പോയിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും ഇപ്പോൾ ചിലപ്പോൾ. ഓക്കെ. അപ്പോൾ ഒരു സമയത്ത് വളരെ സ്വാഭാവികമായിട്ട് തോന്നിയിരുന്നൊരു അംഗീകാരം നിങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടാവാം ചിലപ്പോൾ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട്, അല്ലെങ്കിൽ നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ നിങ്ങൾ ഒരു സമയത്ത് അത്രയും നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങളായാലും അല്ലെങ്കിൽ നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിപ്പോയി എന്നൊരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ചിന്ത ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. സോ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സ്വന്തം കപ്പ് വീണ്ടും നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ എനർജി ഒന്നുകൂടി റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കേണ്ടതില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മൂടിയിരിക്കണം എന്നല്ല. അതായത് എപ്പോഴും ഒന്ന് ഓൺ ആയിക്കഴിഞ്ഞ് നിങ്ങൾ ഓഫാക്കാൻ വേണ്ടിയിട്ട് കൂടി സമയം കണ്ടെത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്ക് റെസ്റ്റ് വേണം, എനിക്കിപ്പോൾ പറ്റില്ല എന്ന് പറയുന്നതിൽ മടി കാണിക്കാതിരിക്കുക. സോ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഒറാക്കിൾ കാർഡ് എനിക്ക് കണക്ട് ചെയ്ത് വരുന്നത്. സോ റീചാർജ് ചെയ്യുക, നിങ്ങളുടെ ഫേക്ക് മാസ്ക് ഉപേക്ഷിക്കുക. എന്താണോ നിങ്ങളുടെ ശരിയായ റിയൽ ഫീച്ചർ, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഇമോഷൻ, അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യോഗ, ഡാൻസ്, എക്സസൈസ്, എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിട്ടുള്ള കഴിവുകൾ, കല, ചിത്രരചന പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സമയം കണക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് വീണ്ടും നിങ്ങളെ സന്തോഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ. സോ പ്രകൃതിയിലേക്ക് കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഫയറിനെ വീണ്ടും ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളായിട്ടാണ് ജീവിക്കേണ്ടത് എന്നുള്ള സത്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്നൊരു മാറി നിൽക്കുന്നത് കൊണ്ടൊരിക്കലും പിൻവാങ്ങലല്ല, വീണ്ടും ഒരു തിരിച്ചുപോക്കാണ്. വീണ്ടും നിങ്ങൾ ഷൈൻ ചെയ്യുന്നതാണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളിൽ ഒരിക്കലും മാറിയിരിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും എനർജി കണക്ട് ചെയ്ത് തിരികെ വരാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് തുലാം രാശിക്കാരാണ്. അപ്പോൾ പ്രിയപ്പെട്ട തുലാം രാശിക്കാരെ, ഐക്യമാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള വിജയം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 2025 ജൂണിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു ബാലൻസ് നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജനിച്ച സമയമൊക്കെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ശനി നിങ്ങളെ രാശിനെ വെല്ലുവിളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. മറ്റുള്ളവരെ കുറിച്ചിട്ട് ഒരുപാട് കരുതൽ വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ട് കരുതൽ വേണ്ട സമയമാണിത്. മറ്റുള്ളവർക്ക് വേണ്ടി കരുതൽ വേണ്ടെന്നല്ല, അവരെ കെയർ ചെയ്യേണ്ടെന്നല്ല, പക്ഷേ അവനവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം എവിടേക്കോ എന്തൊക്കെയോ ആയി കിടക്കുന്നു, അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഒരു സമയത്ത്. പുറമേ നിങ്ങൾ പുഞ്ചിരിക്കുന്നുണ്ടാവും, പക്ഷേ ഉള്ളിലൊരു പോരായ്മ തീർച്ചയായിട്ടും അനുഭവപ്പെടുന്നുണ്ടാവും ഈ ഒരു സമയത്ത്. പക്ഷേ വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രപഞ്ചം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ തീർച്ചയായിട്ടും കണക്ട് ചെയ്യുക. നിശബ്ദമായിട്ടുള്ളൊരു സ്ഥലം തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നേച്ചർ തന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റ് ആവുന്നത്. ഗാർഡനിങ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ, പൂന്തോട്ട പരിപാലനമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലാക്സേഷൻ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡയറി, ജേർണലിംഗ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദീർഘനേരം നടക്കുക, എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ സ്വയം അവനവനെ റീചാർജ് ചെയ്യാനുള്ളൊരു ടൈമാണ്. അപ്പോൾ ശൂന്യതയിൽ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ലോകത്തിന് വെളിച്ചം നൽകാൻ സാധിക്കില്ല. സോ അവനവൻ്റെ എനർജി ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മേടം രാശിയാണ്. അപ്പോൾ മേടം രാശിക്കാർക്കുള്ള എനർജി കണക്ട് ചെയ്ത് വരുന്നത്, നിങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന, കഠിനമായിട്ട് ഓടുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 2025 ജൂൺ നിങ്ങളുടെ ഇന്നർ ഫയർ കുറച്ചൊന്ന് അണഞ്ഞതുപോലെ തോന്നിയേക്കാം. പക്ഷേ കുഴപ്പമില്ല, ആദ്യത്തെ ഒരാഴ്ച മാത്രമേ ഈ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. വീണ്ടും നിങ്ങൾ കണക്ട് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആന്തരികമായിട്ടുള്ളൊരു സ്ട്രെസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എനർജി വളരെ കാമായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ വേഗതയൊന്ന് ഉറയ്ക്കുക, ഒന്ന് ജസ്റ്റ് സ്ലോ ഡൗൺ ചെയ്യുക, ക്ഷമയോടെ കാത്തിരിക്കുക കേട്ടോ. അക്ഷമ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയാണ് ഈ ഒരു മാസം. കുടുങ്ങിപ്പോയതായിട്ട് തോന്നിയേക്കാം, അസ്വസ്ഥത തോന്നിയേക്കാം, വൈകാരികമായിട്ട് താഴ്ന്നതായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇതൊരിക്കലും പരാജയമല്ല, ഇതൊരു പ്രപഞ്ചത്തിൻ്റെ സിഗ്നലാണ്. താൽക്കാലികമായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുക, ജസ്റ്റ് ബ്രീത്തിങ് ചെയ്യുക, വീണ്ടും എനർജറ്റിക്കിലേക്ക് കണക്ട് ചെയ്യുക. ശക്തിയോടെ പോകാനല്ല, മറിച്ച് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് വീണ്ടും, അതായത് വളരെ സ്ലോ ആയിട്ട് മുന്നോട്ട്, വളരെ ശക്തിയോടെ മുന്നോട്ട് പോകാം. പറഞ്ഞതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതായത് എല്ലാം പെട്ടെന്ന് റെഡിയാക്കണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആവണം എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ വിശ്രമം നിങ്ങളുടെ എനർജി റീചാർജ് ചെയ്യാൻ സഹായിക്കും. എല്ലാത്തിലും പറഞ്ഞതുപോലെ തന്നെയാണ്. സോ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൂടിയുള്ളൊരു യാത്ര, സൈക്കിൾ യാത്ര ഒക്കെയാണ് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു സൈക്കിൾ യാത്ര, ചെറിയ ഊഞ്ഞാലിലൊക്കെ ഒന്ന് ആടി, അതായത് കുഞ്ഞു കുട്ടികളെ പോലെ നിങ്ങളെ ഒന്ന് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കൂടാതെ മനസ്സിന് ഹാപ്പിനെസ് തരുന്ന എന്ത് കാര്യത്തിലേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രകൃതിയാണ് നിങ്ങളുടെ ഔഷധമായിട്ട് കാണുന്നത് ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതാണ് 4 രാശിക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കൂടാതെ ബാക്കിയുള്ളവർക്കും നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂൺ മാസം നിങ്ങളത് കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ജൂൺ മാസം കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു സമയമല്ല, നിങ്ങളിലേക്ക് മടങ്ങാനുള്ളൊരു ടൈമാണെന്നാണ് കൂടുതൽ കണക്ട് ചെയ്ത് ലഭിക്കുന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, സത്യസന്ധമായിട്ട് സ്വയം ചോദിക്കുക, കുറ്റബോധമില്ലാത്ത ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുക, സ്വയം ഫർഗീവ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മീറ്റിങ്ങുകൾ, ഒരുപാട് അപ്പോയിൻമെൻറ്റുകൾ അതൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വിശ്രമവും ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവനവൻ്റെ ഉള്ളിലേക്ക് മടങ്ങുക എന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത്.
കൂടാതെ ബാക്കിയുള്ള രാശിക്കാരുടെ എനർജി കൂടി പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ വരും വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ.